ചൈനീസ് സോഷ്യൽ മീഡിയ ആപ്പായ ടിക്ടോക്ക് രാജ്യത്ത് നിരോധിച്ചു. നീയും തയ്ച്ചു വെച്ചൊരു ബ്രേസീർ. നീ ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. പബ്ജി അടക്കം 118 മൊബൈൽ ആപ്പുകൾ കൂടി കേന്ദ്ര സർക്കാർ നിരോധിച്ചു. നശ്വരമുലകിൽ വിടുതീനിക്കായി നൽകിയ വസതി. Max Mixter Entertainment Crew. എന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 20 വയസ്സ് വരെ എനിക്ക് കഷ്ടപ്പാടും ചീത്ത സമയമാണെന്ന്. പിന്നെ അത് ശീലായിക്കളും കുഴപ്പമില്ലെന്ന ജോത്സ്യം പറഞ്ഞു. പബ്ജി ഉൾപ്പെടെ 118 ചൈനീസ് ആപ്പുകൾ കേന്ദ്ര സർക്കാർ നിരോധിച്ചു. നൂറ്റിക്കണക്കിന് സായിപ്പന്മാരുടെ തലകൾ അരിഞ്ഞു വീഴ്ത്തിയ എന്റെ ഖഡ്ഗമേ, നിന്നോട് വിട. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്, പബ്ജി എന്ന മൊബൈൽ ഗെയിം ഇപ്പോൾ നിരോധിക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നതാണ്. പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി. ഇപ്പോൾ 118 മൊബൈൽ ആപ്ലിക്കേഷനുകൾ കൂടി നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിലിപ്പോൾ പബ്ജിയും ഉണ്ട്. പബ്ജി നിരോധിച്ചിരിക്കുകയാണ്. പബ്ജി ഉൾപ്പെടെ 118 ചൈനീസ് ആപ്പുകൾ കേന്ദ്ര സർക്കാർ നിരോധിച്ചു. ആദ്യഘട്ടത്തിൽ ടിക്ടോക്ക് അടക്കമുള്ള ആപ്പുകൾ നിരോധിച്ചു. ഇപ്പോൾ പബ്ജിയും നിരോധിച്ചിരിക്കുകയാണ്. പബ്ജി ആണ് ഗെയിമിംഗ് ആപ്പായ പബ്ജി ആണ് നിരോധിക്കപ്പെട്ട ആപ്പുകളിൽ പ്രമുഖ ആപ്ലിക്കേഷൻ. ചുരുക്കം പറഞ്ഞ സോമനൂളയായി. എന്തായാലും നീ എന്നെ ഇങ്ങാട്ട് വിളിച്ചു വരുത്തിയ സ്ഥിതിക്ക് നിന്റെ കച്ചവടം പൊട്ടി താക്കോലുമായിട്ട് ഞാൻ പോണു. രാജുട്ട എഴുതി വാങ്ങിയിരടെ ഇവന്റെ സ്ഥാവര ചെങ്കമോ അല്ലേ. അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മയുടെ തള്ള കലിപ്പ് തീരണില്ലല്ലേ. யார் பெற்ற மகனோ நீ யார் பெற்ற மகனோ இந்த ஊர் கும்பிடும் குலசாமி இவன் ஊர் செய்த தவமோ இந்த ஊர் செய்த தவம்.